തെരുവ് നായ്ക്കൾ പെരുകുന്നത് മൂലമുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. അവയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളും സംഘടനകളുമൊക്കെ ധാരാളമായുണ്ട്. കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്നും ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ നിരന്തരം കാണാറും കേൾക്കാറുമുണ്ട് നമ്മൾ. തെരുവ് നായ്ക്കളെ കണ്ടെത്തി സംരക്ഷിക്കുന്ന അൽ മയ്യ കെ 9 എന്ന അനിമൽ റെസ്ക്യൂ സംഘത്തെ ദുബായിൽ നടക്കുന്ന പെറ്റ് വേൾഡ് അറേബ്യ എന്ന പ്രദർശനത്തിനിടെ ഞങ്ങളുടെ പ്രതിനിധി ശ്രീരാജ് കണ്ടുമുട്ടി. ശ്രീരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ പെറ്റ് വേൾഡ് അറേബ്യ എന്ന പേരിൽ ഒരു എക്സിബിഷൻ നടക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൊച്ചു നായയുടെ പേര് ഡാലിയ എന്നാണ്. തെരുവിൽ നിന്ന് സംരക്ഷിച്ചതാണ് ഇവളെ. തെരുവു നായ്ക്കളെയും ഉടമസ്ഥർ ഉപേക്ഷിച്ചവയെയുമൊക്കെയാണ് ഇവർ സംരക്ഷിക്കുന്നത്. തലയിലും ശരീരത്തിൻ്റെ മറ്റിടങ്ങളിലും വെടിയുണ്ട കയറിയ നിലയിൽ കണ്ടെത്തിയ പെൺനായയുമുണ്ട് ഇക്കൂട്ടത്തിൽ. ഇവയൊക്കെ കണ്ടെത്തി ആവശ്യമായ ചികിത്സയും പരിചരണവും നൽകി സംരക്ഷിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വളർത്താനും പരിചരണത്തിനുമായി നൽകുകയും ചെയ്യും. വളർത്തുനായ്ക്കൾ ഉൾപ്പെടെ വീടുകളിൽ ഓമനിച്ച് വളർത്തുന്ന ജീവികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രദർശനമാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ എല്ലാ വർഷവും നടക്കുന്ന പെറ്റ് വേൾഡ് അറേബ്യ. ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങൾക്കുള്ള മരുന്നുകൾ, അവയെ അണിയിക്കാനുള്ള ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, കൂടുകൾ, നായകളെ പൂട്ടിയിടുന്നതിനുള്ള ആകർഷകമായ തുടരുകൾ എന്നിങ്ങനെ ആയിരക്കണക്കിന് വസ്തുക്കളും മേളയിൽ പ്രദർശനത്തിനുണ്ട്. So what we do is we are rescuing dogs off the streets. We're looking after unwanted pets, abandoned pets. So when they come in, so rescue, rehabilitation, you'll see all around our booth, all the labels. So rehabilitation is the next step. So be it medical, be it emotional, be it in the form of training. So we rehabilitate the dogs, preparing them for the next step, which is rehoming. മൃഗങ്ങളുടെ ചികിത്സാ രീതികളും ഉപകരണങ്ങളുമൊക്കെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരവുമുണ്ട്. മനുഷ്യരും മൃഗങ്ങളുമൊത്തുള്ള സഹവാസത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും കാഴ്ചകളാൽ സമ്പന്നമാണ് ദുബായിൽ നടക്കുന്ന പെറ്റ് വേൾഡ് അറേബ്യ പ്രദർശനം. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.